ഈ പട്ടി എന്താ ഇങ്ങനെയായിരുന്നു കുരയ്ക്കുന്നേ? അതാ അങ്ങോട്ട് നോക്ക്, ആരാ വരുന്നതെന്ന്. നമ്മുടെ ബിച്ചു. ശരിയാണല്ലോ, ബിച്ചു എന്താ ആനപ്പുറത്ത് വരുന്നേ? പഴം വാങ്ങാൻ പോയ ബിച്ചു ഇതാ പഴക്കുലയും കൊണ്ട് ആനപ്പുറത്ത് വരുന്നു. ഓ, എന്തൊരൊച്ച! അയ്യോ ബിച്ചു, ഈ ആനയെ നിനക്ക് എവിടുന്ന് കിട്ടി? ഓ അമ്മാളു, ഇതൊക്കെ വളരെ നിസ്സാരം. ഇവന്റെ പേരാണ് അരിക്കൊമ്പൻ. അരിക്കൊമ്പനായാലും പടയപ്പായാലും അങ്ങോട്ട് മാറ്റി പിടിക്കും. എനിക്ക് പേടിയായിട്ട് പാടില്ല. ആളുടെ കൊമ്പ് കണ്ടില്ലേ? നിങ്ങളാരും പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. ഞാനിവനെ ബൈക്ക് പിടി വെച്ച് കൊണ്ടുവന്നതാ കാട്ടിൽ നിന്ന്. അല്ല, ഈ കാതർക്ക് എന്താ എന്റെ വീട്ടില്? കാതർക്കാക്ക് എന്താ മാമന്റെ സൗണ്ട്? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്നാലും ബിച്ചു, നീ ഒരു കില്ലാടി തന്നെ. ഒരാനയെ മയക്കിയെടുത്ത് പാട്ടിലാക്കി കൊണ്ടുവന്നല്ലോ. ഈ ബിച്ചു ആരാ മോൻ? എങ്കിൽ ഞാൻ പോട്ടെ, എനിക്കൊരു 2 പുലിയെ കൂടി മയക്കുവെടി വെക്കാറുണ്ട്. ഈ ബിച്ചു ഒരു വലിയ സംഭവം തന്നെയല്ലേ അച്ഛാ? ആ, നല്ല വലിയ കൊലയാ. എന്താ മോളെ? ശരിയാ, ബിച്ചുവിനെ നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇവൻ വലിയൊരു ധീരനാ. നാശം, കാലത്തും തന്നെ മനുഷ്യന്റെ ഉറക്കം കളയാൻ. ഇതാരാ? ഇതെവിടെന്നാ ഈ പൂച്ച കരയുന്ന പോലത്തെ സൗണ്ട്? എന്റെ കൊമ്പനാൻ എവിടെ? നീയായിരുന്നോ? ഞാൻ തന്നെയാ. നീ ഇന്നലെ കളിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് പോത്ത് പോലെയായിരുന്നു ഉറങ്ങാൻ മാറ്റി. എനിക്കിതാ ഇങ്ങനെ മാറ്റി നിന്റെ പുതപ്പ്. അയ്യോ, ഏതൊരു കഷ്ടമാ. എന്നാ ടോമി, നീ മൂടി പൊതിച്ച് കാരണം എങ്ങനെ എനിക്ക് മടിയാ. കളിക്കാൻ പോവാൻ വാ. ഒന്ന് വെറുതെ ഒരു ജോലി. എന്റെ കൊമ്പനാൻ എന്തേ? ഇവൾ ആനയെ കൊണ്ട് ചവിട്ടിച്ചാലോ? ഒന്നും കാണുന്നില്ലല്ലോ. ആന്റി, കാതർക്ക് എന്തേ? കാതർക്കയോ? നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ ബിച്ചു? എന്താ മോനെ ബിച്ചു, ആ കൊച്ചിന്റെ കൂടെ കളിക്കാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങാതെ നീ എന്താ കാതറിനെ അന്വേഷിക്കുന്നത്? കാലത്തൊന്നും തന്നെ അവനെയാണോ സ്വപ്നം കാണുന്നത്? അത് പിന്നെ മാമ, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ആനപ്പുറത്ത് വരുന്നത്. അപ്പൊ ഇവിടെ കാതർക്ക് നിക്കുന്നുണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. ആനപ്പുറത്തോ? നീയോ? ആടിനെ കണ്ടാ വരെ പേടിക്കുന്ന ആളാ ആനപ്പുറത്ത്. കളിക്കാൻ പോവാ. കറിയല്ലേ, ഞാൻ വരാം. ആ പഴക്കൊല്ലേന്ന് 2 പഴവും തിന്ന് ഒരു ഷേക്കും അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചതാ. ഞങ്ങ പോന്നിട്ടോ മാമ. ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോഴൊക്കെ ചാടി കേറിയോ? ഇവൾ എന്നെ കൊണ്ടേ പോകൂ. നമുക്കും പോവാം. അമ്മേ, ഞങ്ങൾ പോവാട്ടോ കളിക്കാൻ. നീ മനുഷ്യ, പിള്ളേര് വരുമ്പോഴേക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? നിങ്ങൾ വാഴത്തോപ്പി പോയിട്ട് 5-6 പഴം പറിച്ചിട്ട് വാ. പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഓ, ഇവളുടെ വർത്താനം കേട്ടാ തോന്നും നമ്മുടെ എസ്റ്റേറ്റിൽ പോയി പറിക്കാനാണെന്ന്. ഞാൻ ആ കാതറിന്റെ തോട്ടത്തിൽ തന്നെ പോകേണ്ടി വരും. ഓ, ഈ വാഴകളൊന്നും കൊലച്ചിട്ടില്ലല്ലോ. ഇതിനിപ്പോ ഞാൻ എവിടെന്നാ പഴം പറിച്ചു കൊടുക്ക? ആ, ഇവിടെ ഒരു കൊല പഴമുണ്ട്. ഇതങ്ങോട്ട് പറിക്കാം. എന്താ ഈ കാണുന്നേ? നല്ല അയ്യോ, ഓ, നടുവൊക്കെ പോയി. എന്നാലെന്താ, ഒരു കൊല പഴം കിട്ടി. എന്നാ പിടിച്ചോ, എന്താന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്ക്. മനുഷ്യന്റെ നടുവൊക്കെ പോയി. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. അമ്മേ, നല്ല മുഴുത്ത കൊല. ആ കാതറിപ്പോ വരും കൊല കാണാണ്ട്. അതിനു മുമ്പ് ഇതൊക്കെ തിന്ന് തീർക്കണം. എന്താ മനുഷ്യ, നിങ്ങളോട് 3-4 പഴം പറിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരു കൊലയും പറിച്ചോണ്ട് വന്നേക്കുക. ഓ, ഈ കൊല ഞാൻ പറിച്ചതല്ലടി. കൊല ഉൾപ്പെടെ എന്റെ മേത്തേക്ക് വീണതാ. നീ എന്തായാലും ഇത് ഭാഗത്തുകൊണ്ട് വെക്ക്. അതെന്തായാലും നന്നായി. എന്തായാലും പിള്ളേര് വരുമ്പോ നല്ലൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പർ ബനാന സ്മൂത്തി വിത്ത് ഓറിയോ ഫ്ലേവർ. എന്തായാലും പിള്ളേർക്ക് നല്ല
അയ്യോ പൊന്നു, ചേട്ടനെ ഇടാന്നൊന്നും വിളിക്കാൻ പാടില്ല. എന്നാ ആനപ്പാപ്പാനെന്ന് വിളിക്കാം. ഓ അങ്ങനെ കളി വെക്കണ്ട. ആനയും പുലിയും ഒന്നും ബിച്ചുവിന് പുത്തരിയല്ല. ഓ അത് ഞങ്ങൾക്കറിയാം. സ്വപ്നത്തിൽ ആർക്കും പുത്തരിയല്ല. എന്താ ഒരു സൗണ്ട്? കുഞ്ഞാവേ, നീയാണോ സൗണ്ട് ഉണ്ടാക്കിയത്? അയ്യോ ആന, അയ്യോ ഇത് ഒറിജിനൽ ആനയാ. അയ്യോ എല്ലാരും ഓടിക്കോ. അയ്യോ മോളെ, ദേ ആന. അയ്യോ വാ നമുക്ക് പോവാം, ഇവിടെ എന്താ പ്രശ്നമാവും. അയ്യോ ആന, ജൂലി നീ എവിടെയാ? നീ പോയോ? നിക്കവിടെ, വാ ഓടാതെ. ആന വരുന്നത് കണ്ടില്ലേ? പേടിയില്ലല്ലോ. ഷേക്ക് റെഡിയായി. പിള്ളേരെ കാണുന്നില്ലല്ലോ. എവിടെ നോക്കട്ടെ. ആ ദേ വരുന്നുണ്ട് അവന്മാര്. ഓടിക്കതച്ച് വരുന്നുണ്ടല്ലോ. ഇന്ന് എന്താണോ ഒപ്പിച്ചത്? എന്താ മക്കളെ, എന്തുണ്ടായി? എന്താ പറയേ? ഞങ്ങള് കളിക്കാൻ പോയപ്പോ ഒരു ആനയെ കണ്ടു. ധീരനായ ബിച്ചു ആദ്യം തന്നെ ഓടി. അതാ ഉണ്ടായത്. അത് കൊള്ളാം. എന്താ ബിച്ചു, നിന്റെ ധീരതയൊക്കെ ചോർന്നു പോയോ? പിന്നെ കൊമ്പനാന മതവിളകി വരുമ്പോഴല്ലേ ധീരത കാണിക്കാൻ നിൽക്കുന്നത്. അത് ചവിട്ടി പപ്പട പരിവാക്കും. പിന്നെ എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ ഓടി. മാമനായിരുന്നെങ്കിൽ നെഞ്ചു പിരിച്ചു നിന്ന് ചവിട്ടും കൊണ്ട് ഇപ്പൊ ഇവിടെ ചത്ത് വലിച്ചു കിടന്നാലോ. മൂന്നാം കല്ല് ഗോപനെ കുറിച്ച് നിനക്ക് എന്തറിയാം ബിച്ചു? ഒരു ചൂണ്ടൽ വിരൽ കൊണ്ട് മതമിളകി വരുന്ന ഒറ്റയാന വരെ തളച്ചിട്ടുള്ളതാ ഞാൻ. പിന്നെ ഈ ചെറിയ കൊമ്പനാന. ഓഹോ, ഇതേതാ ഈ കഥ? ഇത് പുതിയതാണല്ലോ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഫ്രഷ് ആണല്ലോ. മതി മതി, മാമനും മോനും കൂടി തള്ളി മറിച്ചത്. ദാ ഇത് കഴിച്ചു നോക്ക്. ആന്റിയുടെ സ്പെഷ്യൽ റെസിപ്പി.